അതെ, വെറുതെ അങ്ങോട്ട് ഭരിച്ചാൽ പോരല്ലോ. ഈ ഭരണ നേട്ടങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടേ? ആ, നിങ്ങൾക്ക് പിന്നെ വിവാദങ്ങളിലാണല്ലോ താല്പര്യോ. ആ ശരി, ഞാൻ വിളിക്കാം. സത്യശീല, ഇരിക്കും. എന്തൊക്കെയാണ്? അല്ല സാറേ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരു ആരോഗ്യമന്ത്രി ആകുമ്പോൾ പലതരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടാവും. നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ പറയുക, അപ്പം നമ്മൾ ഉദ്ദേശം പറയും. എൻ്റെ സ്ഥാപനങ്ങളിൽ രഹസ്യാന്വേഷണം നടത്താനും എൻ്റെ പ്രോഡക്റ്റുകൾ ദൂരെയുള്ള ലാബുകളിൽ കൊണ്ടുപോയി പരിശോധന നടത്താനും ഒരു തീരുമാനമുണ്ടെന്ന് കേട്ടു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഓരോ ജോലി ചെയ്യട്ടെ സത്യശീലൻ. അതിന് നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കണത്? കുളിച്ചോനല്ലേ കുളിരറിയൂ. അല്ല, പനിക്കോള് വരുമ്പോഴും കുളിരും. അതിനൊരു പാരസെറ്റമോൾ വാങ്ങി കഴിച്ചാൽ പോരെ? മൊയ്തു സാറേ, ഞാൻ നിങ്ങളുടെ അസുഖത്തിൻ്റെ വിവരം പറഞ്ഞിട്ട് ഗുളിക വാങ്ങിക്കാൻ വേണ്ടി വന്ന ആളല്ല. ഇപ്പോഴത്തെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ എനിക്ക് തലവേദനയാണ്, അയാളെ മാറ്റം പറഞ്ഞിട്ട് നിങ്ങളെന്താ മാറ്റാത്തത്? അയാളെ മാറ്റാൻ പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ മാറ്റാൻ അയാൾ എൻ്റെ പോക്കറ്റിൽ കിടക്കുക, എടുത്ത് മാറ്റാൻ. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. സത്യശീല, കാലം പഴയതല്ല. എന്നെപ്പോലുള്ള മന്ത്രിമാർ എന്ത് ചെയ്യണം നോക്കി നിൽക്കണം പൊതുജനം. ഓരത് ഫേസ്ബുക്കിലും വാട്സപ്പിലോട്ട് പ്രതികരിച്ചാൽ അത് മാത്രമല്ല, ഈ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് ജനങ്ങളെ ഭയങ്കര പിന്തുണയുണ്ട്. ഇയാളായിട്ട് ഞാനെന്തെങ്കിലും ചെയ്താണ്ടല്ലോ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ജനങ്ങൾ എന്നെ പഞ്ഞിക്കിടും. എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് എനിക്കൊരു പ്രതിബദ്ധത ഇല്ലേ? അപ്പം ഞാൻ തന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് എന്നോടൊരു പ്രതിബദ്ധതയില്ലേ? അത് മാത്രമല്ല, ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് സത്യശീലൻ്റെ പ്രൊഡക്ട്സാണ് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഒരാൾക്കും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. അതിനെന്താണ്? ഇപ്പം എനിക്കും തോന്നുന്നത് സത്യശീലൻ്റെ പ്രൊഡക്ട്സിൽ എന്തൊക്കെയോ മായങ്ങൾ കലർത്തുന്നുണ്ടോ ഒരു സംശയം എനിക്ക് ഇല്ലായികയില്ല. ഓ, അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനം? എനിക്കെതിരെ നീങ്ങാനാണ് തീരുമാനം? തൽക്കാലം അങ്ങനെയാണ് തീരുമാനം. അപ്പോ എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിന്റെ വഴി. നിനക്കല്ല, ഞാൻ മന്ത്രിയാണ്, ആരോഗ്യമന്ത്രി. എന്താ ആരോഗ്യമന്ത്രിയുടെ? എന്താ മന്ത്രിയല്ലേ? ഇടിച്ച് നിന്റെ മൂന്ത ഞാൻ കലക്കും. ആരോഗ്യമന്ത്രി നീ എത്രടാ എൻ്റെ അടുത്ത് വാങ്ങിച്ചത് കോഴ? നീ കാത്തിരുന്നോ? അധികം വൈകാതെ പോകാൻ ജയിലിലേക്ക്. താനൊരു പുല്ലും ജയിലിടോ. നോക്കടാ. ആ ചെല്ല്, കാണാം. അൻ്റെയൊക്കെ വിഷം വാങ്ങി തിന്നതിനെ പകരേ ജയിലിൽ പോയി കിടക്കണ നല്ലത്. അവിടെ ഇതിലും നല്ല ഫുഡ് കിട്ടും. ഹലോ, ആ സത്യ പ്രൊഡക്ഷനെതിരെയുള്ള അന്വേഷണം ഒന്ന് ഊർജിതപ്പെടുത്തണം. എത്രയും പെട്ടെന്ന് അവരുടെ ഫയലുകളൊക്കെ എൻ്റെ മുന്നിലെത്തണം. ഓക്കെ, ഞാൻ കാണിച്ചു കൊടുത്തു. IS ഭീകരനെന്ന് സംശയിക്കുന്ന ഒരാളെ കൂടി കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. ഇദ്ദേഹം ചേർത്തല സ്വദേശിയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും നേരിട്ട് പരിശീലനം നേടിയ വ്യക്തിയാണ് ഇദ്ദേഹമെന്ന് കേരള പോലീസ് അറിയിച്ചു. സത്യ പ്രോഡക്ട്സിന്റെ ഓഫീസുകളിൽ വ്യാപക റെയ്ഡ്. മായം ചേർക്കാൻ ഉപയോഗിക്കുന്ന മാരക രാസവസ്തുക്കൾ ഗോഡൌണിൽ നിന്നും പിടികൂടി. പാലാരിവട്ടത്തെ ഗോഡൌണിൽ നിന്നുമാണ് പഴകിയ അരിയുടെ വൻ ശേഖരം പോലീസ് കണ്ടെടുത്തത്. ഇവിടെ നിന്നും അരി നിറം മാറ്റാൻ ഉപയോഗിക്കുന്ന നിരവധി രാസവസ്തുക്കളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. സത്യ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചുകൊണ്ട് ഭക്ഷ്യ സുരക്ഷാ കമ്മീഷണർ ഉത്തരവിറക്കി. MD സത്യശീലനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവളുടെ ഒരു സത്യാസ് ദ്രോഹി, അവനെ പോലീസ് പിടിച്ചല്ലോ.